Hi all, this is Angelit. Welcome to Study Table. Today we are going to see all the question answers of the chapter Mix and Separate. Okay, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചേർക്കാം പിരിക്കാം എന്ന പാഠഭാഗത്തിലെ എല്ലാ ചോദ്യോത്തരങ്ങളുമാണ്. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. നമുക്ക് ആദ്യമേ ലെറ്റസ് ആസസ്, അതായത് വിലയിരുത്താം എന്ന ഭാഗത്ത് നിന്ന് തുടങ്ങാം. ഓക്കെ, ഇവിടെ ഇന്ന് നമുക്ക് തന്നിരിക്കുന്ന ആദ്യത്തെ ചോദ്യം ഒബ്സർവ് ദ മെറ്റീരിയൽസ് ഗിവൺ ബിലോ. അതായത് താഴെ കൊടുത്ത വസ്തുക്കൾ ശ്രദ്ധിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. എന്തൊക്കെയാണ്? എ ബി സി ഡി 4 കോളം ഉണ്ട്. എയിൽ വാക്സ് പൗഡർ ആണ്, അതായത് മെഴുകുപൊടിയാണ്. ബിയിൽ ഇരുമ്പ് അയണാണ്. സിയിൽ സോൾട്ട് അല്ലെങ്കിൽ ഉപ്പ്. ഡിയിൽ മണല്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹൗ ക്യാൻ യു സെപ്പറേറ്റ് ദ കമ്പോണൻസ് ഇഫ് എ ആൻഡ് ബി ഗെറ്റ് മിക്സ്ഡ്. അതായത് എയും ബിയും എന്നിവ കൂടി കലർന്നാൽ നമുക്ക് എങ്ങനെ വേർതിരിക്കാം? അതായത് വാക്സ് പൗഡറും പിന്നെ ബി എന്താണ്? അയണും ഇരുമ്പും. ഇത് തമ്മിൽ ചേർന്ന് കഴിഞ്ഞ് നമുക്കതിനെ എങ്ങനെ വേർപിരിക്കാൻ പറ്റും? എങ്ങനെ നമുക്കതിനെ പിരിക്കാൻ പറ്റും? ബൈ യൂസിങ് എ മാഗ്നറ്റ്. നമുക്ക് എന്തുകൊണ്ട് പിരിക്കാൻ പറ്റും? കാന്തം ഉപയോഗിച്ച് അല്ലേ. സെക്കൻഡ് വൺ, ഹൗ ക്യാൻ യു സെപ്പറേറ്റ് ദ കമ്പോണൻസ് ഇഫ് എ ആൻഡ് സി ഗെറ്റ് മിക്സ്ഡ്. അതായത് എയും സിയും വാക്സ് പൗഡറും സോൾട്ടും മെഴുകുപൊടിയും ഉപ്പും ഇവ ചേർന്ന് നമുക്ക് എങ്ങനെ പിരിക്കാം? ആഡ് സം വാട്ടർ ഇൻ ടു ദ മിക്സ്ചർ and wax powder can be separated by using filtration method, and from the remaining salt can be separated by evaporation. അതായത് ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം? ഇവിടെ നമ്മൾ 2 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന് നമുക്ക് ഫിൽട്രേഷനും ചെയ്യണം, ഇവാപ്പറേഷനും ചെയ്യണം. അതായത് മിശ്രിതത്തിലേക്ക് ജലം ഒഴിച്ച് ഉപ്പിനെ ലയിപ്പിക്കണം. ഓക്കെ, എന്നിട്ട് ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? മെഴുകുപൊടി അരിച്ച് മാറ്റണം, ഫിൽട്ടർ ചെയ്ത് മാറ്റണം. എന്നിട്ടോ അതിനുശേഷം ഉപ്പ് ലായനി ബാഷ്പീകരിക്കണം, അല്ലെങ്കിൽ ഇവാപ്പറേറ്റ് ചെയ്ത് നമ്മൾ എടുക്കാം. ഉപ്പിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം അല്ലേ. നെക്സ്റ്റ് വൺ എന്താ ചോദിച്ചിരിക്കുന്നത്? ഹൗ ക്യാൻ യു സെപ്പറേറ്റ് ദ കമ്പോണൻസ് ഇഫ് എ ആൻഡ് ഡി ഗെറ്റ്സ് മിക്സ്ഡ്. അതായത് എയും ഡിയും മെഴുകുപൊടിയും മണലും ഇത് തമ്മിൽ മിക്സ് നമുക്ക് എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും? സാൻഡ് ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ഫിൽട്രേഷൻ ഫ്രം ദ മെൽറ്റഡ് വാക്സ്. അതായത് മെഴുക് ഉരുക്കി മണലിനെ അരിച്ചു മാറ്റാം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? യൂസിങ് വിച്ച് എക്യുപ്മെന്റ് വിൽ യു ഗെറ്റ് വാട്ടർ വിത്ത് മാക്സിമം പ്യൂരിറ്റി വൈൽ ഫിൽറ്ററിംഗ് മഡി വാട്ടർ ആൻഡ് വൈ. അതായത് കലങ്ങിയ വെള്ളം ഏത് ഉപകരണം ഉപയോഗിച്ച് അരിക്കുമ്പോഴാണ് ഏറ്റവും ശുദ്ധമായ ജലം ലഭിക്കുന്നത്? അതെന്തുകൊണ്ടാ? എ നമുക്ക് ക്ലോത്ത് ഉണ്ട്, ബി ഫിൽറ്റർ പേപ്പർ, സി ടീ സ്ട്രെയിനർ. അതായത് തുണി, ഫിൽറ്റർ പേപ്പർ, ചായ അരിപ്പ ഏത് ഉപയോഗിച്ചാൽ നമുക്ക് ഏറ്റവും ശുദ്ധമായ വെള്ളം നമുക്ക് കിട്ടുന്നത്? യെസ്, ഫിൽറ്റർ പേപ്പർ ആണല്ലേ. കാരണം എന്താ? ദ ഹോൾസ് ഓഫ് എ ഫിൽറ്റർ പേപ്പർ ആർ സോ സ്മോൾ ആൻഡ് ദ കനോട്ട് ബി സീൻ വിത്ത് നേക്കഡ് ഐസ്. നമ്മുടെ ഫിൽറ്റർ പേപ്പറിലുള്ള ആ കിഴുത്തയുണ്ടല്ലോ, കുഞ്ഞു കുഞ്ഞു ഹോളാണ്. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പോലും കഴിയാത്ത കൊച്ചു ഹോൾസാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? യെസ്, നല്ല ക്ലിയർ ആയിട്ടുള്ള ജലം നമുക്ക് ലഭിക്കും. ഹൗ ഡസ് പ്യൂർ വാട്ടർ ഡിഫർ ഫ്രം ഷുഗർ സൊല്യൂഷൻ ബേസ്ഡ് ഓൺ ദ കോൺസ്റ്റിറ്റ്യൂവൻസ് പ്രസന്റ് ഇൻ ദം. അതായത് ശുദ്ധജലം, പഞ്ചസാര ലായനി എന്നിവ അവയിൽ അടങ്ങിയ തന്മാത്രകളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? എങ്ങനെയാ? പ്യുവർ വാട്ടർ ഈസ് എ പ്യുവർ സബ്സ്റ്റൻസ് അല്ലേ. ശുദ്ധജലം എന്തായിരിക്കും? ഒരു ശുദ്ധ പദാർത്ഥമാണ് അല്ലേ. ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ് ഓൺലി 1 ടൈപ്പ് ഓഫ് മോളിക്യൂൾ. കാരണം എന്താ? ഇതിലാകെ ഒരു ടൈപ്പ് എന്തേ ഉള്ളൂ? മോളിക്യൂളെ നമുക്ക് കിട്ടുകയുള്ളൂ അല്ലേ. ഒരു ടൈപ്പ് തന്മാത്ര മാത്രമേ എന്തുള്ളൂ? ശുദ്ധജലത്തിലുള്ളൂ. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഷുഗർ സൊല്യൂഷൻ ഇറ്റ് വിൽ കണ്ടെയ്ൻ മോർ ദാൻ 1 ടൈപ്പ് ഓഫ് മോളിക്യൂൾ. പക്ഷേ പഞ്ചസാര ലായനിയിൽ പഞ്ചസാരയുടെയും ജലത്തിന്റെയും തന്മാത്ര അടങ്ങിയിരിക്കുന്നതിനാൽ അതെന്താണിത്? അതൊരു മിശ്രിതമാണ് അല്ലേ. ഇറ്റ്സ് എ മിക്സ്ചർ. ദാറ്റ് ഈസ് ദ മോളിക്യൂൾ ഓഫ് ഷുഗർ ആൻഡ് വാട്ടർ. ദെയർഫോർ ഷുഗർ സൊല്യൂഷൻ ഈസ് എ മിക്സ്ചർ. മനസ്സിലായില്ലേ? നെക്സ്റ്റ് നമുക്കൊരു എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അതെന്താ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ഔട്ട് വാട്ട് ഓൾ മിക്സ്ചേഴ്സ് ആർ പ്രിപ്പയർഡ് ഇൻ ദ കിച്ചൺ ഡെയിലി. അതായത് എന്താ ഇവിടെ തുടർ പ്രവർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഒരു ദിവസം അടുക്കളയിൽ ഏതെല്ലാം മിശ്രിതങ്ങൾ തയ്യാറാക്കുന്നുണ്ട് എന്ന് കണ്ടെത്തണം. ഓക്കെ, ഓൾസോ എക്സാമിൻ വെദർ കോൺസ്റ്റിറ്റ്യൂവൻസ് ആർ ബീങ് സെപ്പറേറ്റഡ് ഫ്രം മിക്സ്ചർ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അതുപോലെ മിശ്രിതങ്ങളിൽ നിന്ന് ഘടക പദാർത്ഥങ്ങൾ വേർതിരിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കണം. ഓക്കെ, വിച്ച് എക്യുപ്മെന്റ് ആർ യൂസ് ഫോർ ദിസ് പർപ്പസ്. ഈ ആവശ്യങ്ങൾക്ക് എന്തെല്ലാം ഉപകരണങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? യെസ്, നമുക്കിതിനെ 3 കോളമായിട്ട് മാറ്റാം. മിക്സ്ചർ അതായത് മിശ്രിതം ഒരു കോളം. രണ്ടാമത്തെ കോളത്തിൽ നമുക്ക് ദ കോമ്പണന്റ് വിച്ച് ഇസ് സെപ്പറേറ്റഡ്, അതായത് വേർതിരിച്ച് മാറ്റേണ്ട ഘടകപദാർത്ഥങ്ങൾ എന്ന് രണ്ടാമത്തെ കോളം നമുക്ക് എടുക്കാം. മൂന്നാമത് നമുക്ക് യൂസിങ് അപ്പറേറ്റസ് ഫോർ സെപ്പറേഷൻ, അതായത് വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഓക്കെ, അങ്ങനെ 3 കോളം നമുക്ക് തിരിച്ചിട്ട് നമുക്ക് കേർഡ്, അതായത് തൈര് നമ്മൾ എന്താ മാറ്റാൻ പറ്റും? ബട്ടർ മാറ്റാം അല്ലേ, വെണ്ണ മാറ്റാം. എങ്ങനെ നമ്മൾ മാറ്റുന്നത്? ഉപയോഗിച്ച് അല്ലേ, കടക്കോൽ ഉപയോഗിച്ച്. ഓക്കെ, കടയുന്ന സാധനമുണ്ട്, അത് ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് മാറ്റാം? നമുക്ക് വെണ്ണ മാറ്റാം. ടീ നമുക്ക് എന്താ മാറ്റാൻ കഴിയുന്നത്? യെസ്, സെഡിമെന്റ് ഓഫ് ടീ ആണല്ലേ. തേയില ചണ്ടി നമുക്ക് മാറ്റാം. അതെങ്ങനെയാ? സീവ് ഉപയോഗിച്ച്, അരിപ്പ ഉപയോഗിച്ച് മാറ്റാം അല്ലേ. ലെമൺ ജ്യൂസോ? റിമെയിൻസ് ഓഫ് ലെമൺ ജ്യൂസ്, നാരങ്ങയുടെ അവശിഷ്ടം നമുക്ക് എങ്ങനെ മാറ്റാം? അരിപ്പ ഉപയോഗിച്ച്, സീവ് ഉപയോഗിച്ച് മാറ്റാം. ഇനി അരി, റൈസിലോ പതിരുള്ള അരിയില്ലേ, അത് നമുക്ക് എങ്ങനെ മാറ്റാം? ചാഫും സ്റ്റോണും അതിലെ പതിരും കല്ലും ഒക്കെ നമുക്ക് എങ്ങനെ മാറ്റാം? മുറം വെച്ച് മാറ്റാം അല്ലേ.
മുറം വെച്ച് നമുക്ക് മാറ്റാം. സെഡിമെന്റഡ് വാട്ടർ, അതിലെന്തുണ്ട്? ഡസ്റ്റ് ഉണ്ട് അല്ലേ? കലങ്ങിയ ജലത്തിൽ എന്തുണ്ട്? പൊടിയുണ്ട്. പൊടിയെ നമുക്ക് എങ്ങനെ മാറ്റാം? വൃത്തിയായ തുണി, ക്ലീൻ ക്ലോത്ത് വെച്ച് മാറ്റാം. നെക്സ്റ്റ് എന്താ? റൈസ് പൗഡർ ഹാവ് ലാർജ് പാർട്ടിക്കിൾ, അതായത് വലിപ്പമുള്ള തരിയോടുകൂടി അരിപ്പൊടി. അതിന് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ലാർജ് സൈസ് പാർട്ടിക്കിൾ ഉണ്ടല്ലേ, വലിപ്പമുള്ള തരിയുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? അതിനെ അരിപ്പ കൊണ്ട്, സീവി കൊണ്ട് നമുക്ക് അരിച്ച് മാറ്റാം അല്ലേ? ഇനി നമുക്ക് ഈ പാഠഭാഗത്തിലെ ഓരോ കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്താണ്? ഒരു ഷുഗർ കാൻഡിയുടെ ക്വസ്റ്റ്യൻ അല്ലേ? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഹാവ് യു ടേസ്റ്റഡ് ഷുഗർ കാൻഡീസ്? വാട്ട് ഈസ് ഇറ്റ്സ് ടേസ്റ്റ്? വാട്ട് ആർ ദ സ്പെഷ്യാലിറ്റീസ് ഡസ് ദ ഷുഗർ കാൻഡി പൊസസ്? എക്സാമിൻ ആൻഡ് റൈറ്റ്. അതായത് നിങ്ങൾ കൽക്കണ്ടം നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? നിങ്ങൾ രുചിച്ച് നോക്കിയിട്ടുണ്ടോ? അതിനെന്താണ് രുചി? കൽക്കണ്ടത്തിന് മറ്റെന്തെല്ലാം പ്രത്യേകതകളുണ്ട്? ഓക്കെ, അപ്പോൾ കളർ എന്താണ്? വൈറ്റ്, വെളുപ്പം നമുക്ക് എഴുതാം, നിറം. ഓർഡർ അല്ലെങ്കിൽ മണം, അതെന്താണ്? നോ ഓർഡർ, മണമില്ല. സ്റ്റേറ്റ് എന്താണ്? എന്തവസ്ഥയിലാണ് ഉള്ളത് കൽക്കണ്ടം? യെസ്, സോളിഡ് സ്റ്റേറ്റ് ആണ് അല്ലേ? ഖരാവസ്ഥയാണ് ഉള്ളത്. നെക്സ്റ്റ് വൺ, ടേസ്റ്റ് ദ ഷുഗർ കാൻഡി ആഫ്റ്റർ ബ്രേക്കിംഗ് ഇറ്റ് ഇൻ ടു സ്മോളർ പാർട്ടിക്കിൾസ്. ഈസ് ദർ എനി ഡിഫറൻസ്? ഒരു കഷ്ണം കൽക്കണ്ടം പൊടിച്ച് ചെറു തരികളാക്കി വീണ്ടും രുചിച്ചു നോക്കൂ. എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? നോ, ഇല്ല അല്ലേ? ബ്രേക്ക് എ സ്മോൾ ക്രിസ്റ്റൽ ഓഫ് ദി ഷുഗർ കാൻഡി ആൻഡ് ഒബ്സർവ് ഇറ്റ് യൂസിങ് എ ഹാൻഡ് ലെൻസ്. ഈസ് ഇറ്റ് പോസിബിൾ ടു ബ്രേക്ക് ഇറ്റ് ഫർദർ? ഒരരിയെ ചെറിയ കണികകളാക്കി ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് നിരീക്ഷിക്കണം. ഇനിയും ചെറുതാക്കാൻ കഴിയുമോ? യെസ്, കഴിയും അല്ലേ? പിന്നെന്താ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാം. നമ്മളോട് ചോദിക്കുക എന്താണ് മോളിക്യൂൾ? വാട്ട് ഈസ് മോളിക്യൂൾ? അല്ലെങ്കിൽ തന്മാത്ര എന്നാൽ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് എ സബ്സ്റ്റൻസ് retaining all the properties of that substance is known as its molecule. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിന്റെ ഏറ്റവും ചെറിയ കണികയാണ് എന്ത്? തന്മാത്ര. Substances that exist in the solid, liquid and gaseous states are made up of molecules. അതായത് ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥയിലുള്ള പദാർത്ഥങ്ങൾ തന്മാത്രകളാൽ നിർമ്മിതമാണ്. ഇങ്ങനെ നമുക്ക് മോളിക്യൂളിനെ കുറിച്ച്, തന്മാത്രയെ കുറിച്ച് എഴുതാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നമ്മളോട് ചോദിക്കുവാണ് എന്താണ് പ്യുവർ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ശുദ്ധ പദാർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കുവാണ്. നമുക്ക് എന്ത് എഴുതാം അതിൽ? ഇഫ് എ സബ്സ്റ്റൻസ് കണ്ടെയ്ൻസ് ഓൺലി വൺ ടൈപ്പ് ഓഫ് മോളിക്യൂൾ ഇറ്റ് ഈസ് നോൺ ആസ് പ്യുവർ സബ്സ്റ്റൻസ്. അതായത് ഒരു പദാർത്ഥത്തിൽ ഒരു തരത്തിലുള്ള തന്മാത്രകൾ മാത്രമാണ് കാണപ്പെടുന്നതെങ്കിൽ അതിനെ ശുദ്ധ പദാർത്ഥം എന്ന് പറയാം. എന്തൊക്കെയാണ് എക്സാമ്പിൾ? ഗിവ് സം എക്സാമ്പിൾസ്. എന്തൊക്കെ പറയാം നമുക്ക് എക്സാമ്പിൾ ആയിട്ട്? വാട്ടർ ഉണ്ട്, സോൾട്ട്, ഗ്ലിസറിൻ, അലൂമിനിയം, കോപ്പർ, ഉപ്പ്, അലൂമിനിയം, ഗ്ലിസറിൻ, ഇതൊക്കെ എന്താണ്? പ്യുവർ സബ്സ്റ്റൻസ് ആണ്. ഓക്കെ, വാട്ട് മോളിക്യൂൾസ് വിൽ ബി പ്രസന്റ് ഇൻ എ സൊല്യൂഷൻ മെയ്ഡ് ബൈ ഡിസോൾവിംഗ് ഷുഗർ കാൻഡി ഇൻ വാട്ടർ? കൽക്കണ്ടം ജലത്തിൽ ലയിച്ചാൽ ലഭിക്കുന്ന ലായനിയിൽ ഏതെല്ലാം തന്മാത്രകൾ ഉണ്ടാകും? യെസ്, മോളിക്യൂൾ ഓഫ് ഷുഗർ കാൻഡിയും മോളിക്യൂൾ ഓഫ് വാട്ടറും ഉണ്ട് അല്ലേ? കൽക്കണ്ടത്തിന്റെ തന്മാത്രയുണ്ട്, ജലത്തിന്റെ തന്മാത്രയുണ്ട്. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് എ മിക്സ്ചർ? എന്താണ് മിശ്രിതം? ഗിവ് സം എക്സാമ്പിൾ. കുറച്ച് ഉദാഹരണങ്ങൾ പറയാൻ പറഞ്ഞ് നമുക്ക് എന്ത് എഴുതാം അതിൽ? ഇഫ് ദർ ആർ മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് പ്രസന്റ് ഇൻ എ സബ്സ്റ്റൻസ് ഇറ്റ് ഈസ് കോൾഡ് എ മിക്സ്ചർ. ഒന്നിൽ കൂടുതൽ ഇനം തന്മാത്രകൾക്ക് ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്താ? അതിനെ നമ്മൾ മിശ്രിതം എന്ന് പറയുന്നു. എക്സാമ്പിൾ എന്താണ്? ഷുഗർ സൊല്യൂഷൻ, പഞ്ചസാര ലായനി, അതുപോലെ എയർ, വായു ഒക്കെ എന്താണ്? ഇതിന്റെ എക്സാമ്പിൾ ആണ് അല്ലേ? നെക്സ്റ്റ് വൺ നോക്കി നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മളോട് പറയാ അനലൈസ് ദ ടേബിൾ ആൻഡ് ക്ലാസിഫൈ ദം ഇൻടു പ്യുവർ സബ്സ്റ്റൻസ് ആൻഡ് മിക്സ്ചർ. നമ്മളോട് പറയാ പട്ടിക വിശകലനം ചെയ്ത് ഇവയെ ശുദ്ധ പദാർത്ഥങ്ങൾ, മിശ്രിതങ്ങൾ എന്നിങ്ങനെ നമ്മളോട് തരംതിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് കോളം ചെയ്യാം, പ്യുവർ സബ്സ്റ്റൻസ്, മിക്സ്ചർ. എന്നിട്ട് അതിന്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ്? പ്യുവർ സബ്സ്റ്റൻസ് എന്തൊക്കെയുണ്ട്? ഓക്സിജൻ, മെർക്കുറി, അയൺ അല്ലെങ്കിൽ ഇരുമ്പ്, കോപ്പർ സൾഫേറ്റ്. ഓക്കെ, ഇതെല്ലാം എന്താണ്? യെസ്, ശുദ്ധ പദാർത്ഥങ്ങളാണ്. മിക്സ്ചറിൽ എന്തൊക്കെയുണ്ട്? ഷുഗർ സൊല്യൂഷൻ, പഞ്ചസാര ലായനിയും, സോഡയും, വായു അല്ലെങ്കിൽ എയർ അല്ലേ? നെക്സ്റ്റ് വൺ, fill 2 glass tumblers with water, put some salt in 1 tumbler. അതായത് ഒരു സ്ഫടിക ഗ്ലാസ്സിൽ ജലത്തിൽ കുറച്ച് ഉപ്പും then and chalk powder in the other and stir well. മറ്റൊരു ഗ്ലാസ്സിൽ എന്ത് ചെയ്യണം? യെസ്, ചോക്ക് പൊടിയിട്ട് നന്നായി ഇളക്കി വെക്കണം. ആഫ്റ്റർ സം ടൈം എക്സാമിൻ ബോത്ത് ദീസ് ഗ്ലാസ്സസ് വിത്ത് എ ലെൻസ്. കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം നമ്മൾ രണ്ട് ഗ്ലാസ് എന്ത് ചെയ്യണം? ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് നിരീക്ഷിക്കണം. വാട്ട് ഡിഫറൻസസ് ഡു യു ഒബ്സർവ്? നമുക്ക് എന്തെല്ലാം വ്യത്യാസങ്ങളാണ് കാണാൻ കഴിയുന്നത്? യെസ്, ഇൻ ദ സൊല്യൂഷൻ ഓഫ് ചോക്ക് പൗഡർ വിത്ത് വാട്ടർ, ചോക്ക് പൗഡർ വിൽ സെറ്റിൽ ഡൗൺ അറ്റ് ദ ബോട്ടം ഓഫ് ദ ഗ്ലാസ് ടംബ്ലർ. നമുക്ക് എന്ത് കാണാം? ചോക്കുപൊടി കലർത്തിയ ജലത്തിൽ ചോക്കുപൊടി ഗ്ലാസിന്റെ താഴ്ഭാഗത്ത് അടങ്ങിയിരിക്കുന്നതായി കാണാം അല്ലേ? അതുപോലെ ബട്ട് ഇൻ ദ സോൾട്ട് സൊല്യൂഷൻ സോൾട്ട് വിൽ കംപ്ലീറ്റ്ലി ഡിസോൾവ് ഇൻ ദ സൊല്യൂഷൻ. പക്ഷെ ഉപ്പ് കലർത്തിയ ജലത്തിലോ ഉപ്പ് പൂർണ്ണമായി ലയിച്ചിരിക്കുന്നതായി നമുക്ക് കാണാം അല്ലേ? നെക്സ്റ്റ്, ഡു സോൾട്ട് ആൻഡ് ചോക്ക് പൗഡർ ഗെറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ വാട്ടർ ഇൻ ദ സെയിം വേ? ഉപ്പും ചോക്കുപൊടിയും ജലത്തിൽ ഒരുപോലെ വിതരണം ചെയ്യപ്പെട്ടിട്ടുണ്ടോ? നോ, സോൾട്ട് വിൽ ഡിസ്ട്രിബ്യൂട്ടഡ് in all the part of water, but chalk powder will distribute only the bottom of the water contained glass tumbler. ഇല്ല, ഉപ്പ് ജലത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഒരുപോലെ വിതരണം ചെയ്യപ്പെടുന്നുണ്ടല്ലേ? പക്ഷെ ചോക്ക് പൗഡറോ, ചോക്കുപൊടി ജലത്തിന്റെ താഴ്ഭാഗത്ത് മാത്രമേ വിതരണം ചെയ്തിട്ടുള്ളൂ അല്ലേ?
Using a straw, taste the salt solution from different parts of the solution. Do they taste the same? ഒരു സ്ട്രോ ഉപയോഗിച്ച് ഉപ്പ് ലായനിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലായനി എടുത്ത് രുചിച്ചു നോക്കൂ. എല്ലാ ഭാഗത്തും ഒരേ രുചിയാണോ? യെസ്, അതെ ആണല്ലേ. നെക്സ്റ്റ് നമ്മളോട് ചോദിക്കുകയാണ്, വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മിക്സ്ചേഴ്സ്? എന്തെല്ലാം തരത്തിലുള്ള മിശ്രിതങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ നമുക്കതിൽ എന്തെഴുതാം? നിങ്ങൾ എന്തെഴുതണം അതിൽ? ഹോമോജീനിയസ് മിക്സ്ചറും ഹെട്രോജീനിയസ് മിക്സ്ചറും, അതായത് ഏകാത്മക മിശ്രിതത്തെക്കുറിച്ചും ഭിന്നാത്മക മിശ്രിതത്തെക്കുറിച്ചും അവയുടെ ഉദാഹരണങ്ങളും അതിന് എക്സാമ്പിൾസും നിങ്ങൾ എഴുതണം. ഓക്കെ, അപ്പം നിങ്ങൾ എന്തറിഞ്ഞിരിക്കണം? എന്താണ് ഹോമോജീനിയസ് മിക്സ്ചർ? എന്താണ്? ഇഫ് എ മിക്സ്ചർ എക്സിബിറ്റ്സ് ദ സെയിം പ്രോപ്പർട്ടി ത്രൂഔട്ട് ദാറ്റ് മിക്സ്ചർ ഈസ് കോൾഡ് ഹോമോജീനിയസ് മിക്സ്ചർ. ഒരു മിശ്രിതത്തിന്റെ എല്ലാ ഭാഗവും ഒരേ ഗുണം കാണിക്കുകയാണെങ്കിൽ അതെന്താണ്? യെസ്, അത്തരം മിശ്രിതത്തെ നമ്മൾ ഏകാത്മക മിശ്രിതം എന്ന് പറയുന്നു. ഓക്കെ, പിന്നെ നമുക്ക് എന്താണ് ഹെട്രോജീനിയസ് മിക്സ്ചർ? ഹോമോജീനിയസ് മിക്സ്ചേഴ്സിന് നമുക്ക് എന്തൊക്കെ എക്സാമ്പിൾ ഉണ്ട്? സോൾട്ട് സൊല്യൂഷൻ, ഉപ്പ് ലായനി, ടീ, ചായ, ഇതൊക്കെ എന്താണ്? യെസ്, നല്ല ഹോമോജീനിയസ് മിക്സ്ചർ, ഏകാത്മക മിശ്രിതമാണല്ലേ. അതേപോലെ ഹെട്രോജീനിയസ് മിക്സ്ചർ, ഭിന്നാത്മക മിശ്രിതം എന്താണ്? ഇഫ് എ മിക്സ്ചർ എക്സിബിറ്റ്സ് ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ഇൻ ഡിഫറെന്റ് പാർട്സ് ദാറ്റ് മിക്സ്ചർ ഈസ് കോൾഡ് ഹെട്രോജീനിയസ് മിക്സ്ചർ. ഒരു മിശ്രിതത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളാണ് കാണിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ ഭിന്നാത്മക മിശ്രിതം എന്ന് പറയുന്നു. എക്സാമ്പിൾ എന്തൊക്കെയാണ്? കറി, നമ്മൾ കഴിക്കുന്ന കറിയിൽ അല്ലേ. പിന്നെ സാൻഡ് ഇൻ വാട്ടർ, വെള്ളവും മണലും കലർന്നത്, അതൊക്കെ എന്താണ്? മണ്ണ്. ഇതെല്ലാം എന്താണ്? ഭിന്നാത്മക അല്ലെങ്കിൽ ഹെട്രോജീനിയസ് മിക്സ്ചർ ആണ്. നെക്സ്റ്റ് വൺ, haven't you observed the solution of chalk powder in water? Other chalk particles distributed uniformly in the mixture. ചോക്കുപൊടി കലർത്തി ലായനി നിരീക്ഷിച്ചില്ലേ? ചോക്ക് കണികകൾ എല്ലാ ഭാഗത്തും ഒരേ അളവിലാണോ കാണപ്പെടുന്നത്? നോ, അല്ല. Take some buttermilk in a glass tumbler and observe what all particles do you see. Are they distributed uniformly? അല്പം സംഭാരം ഒരു ഗ്ലാസ്സിലെടുത്ത് നിരീക്ഷിക്കൂ. എന്തെല്ലാം ഘടകങ്ങൾ കാണുന്നുണ്ട്? അവ എല്ലാ ഭാഗത്തും ഒരുപോലെ വ്യാപിച്ചിട്ടുണ്ടോ? യെസ്, എന്തൊക്കെ കാണാം നമുക്ക്? വാട്ടർ, കേർഡ്, കറി ലീഫ്, ജിഞ്ചർ, ചില്ലി are observed, but these are not uniformly distributed in buttermilk. അതായത് ജലം, തൈര്, കറിവേപ്പില, മുളക്, ഇഞ്ചി എന്നീ ഘടകങ്ങൾ കാണുവാൻ സാധിക്കും അല്ലേ. എന്നാൽ സംഭാരത്തിലെ എല്ലാ ഘടകങ്ങളും സംഭാരത്തിന് എല്ലാ ഭാഗത്തും ഒരേപോലെ വ്യാപിച്ചിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ, ക്ലാസിഫൈ them into homogeneous and heterogeneous mixtures. ഇവയെ ഏകാത്മക മിശ്രിതം, ഭിന്നാത്മക മിശ്രിതം എന്ന രീതിയിൽ തരംതിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഹോമോജീനിയസ് മിക്സ്ചറിൽ എന്തൊക്കെയുണ്ട്? യെസ്, ഡൈല്യൂട്ട് ആസിഡ്, നേർപ്പിച്ച ആസിഡുകൾ, ആൽക്കഹോൾസ്, പിന്നെ ടീ, കോഫി, നന്നായി അരിച്ചെടുത്ത ചായ, കാപ്പി, സോൾട്ട് സൊല്യൂഷൻ, ഉപ്പ് ലായനി, അറ്റ്മോസ്ഫിയറിക് എയർ, അന്തരീക്ഷ വായു, മെറ്റൽ അലോയ്സ്, ലോഹസങ്കരങ്ങൾ, ഇതൊക്കെ എന്താണ്? ഹോമോജീനിയസ് മിക്സ്ചർ ആണ്. ഹെട്രോജീനിയസ് മിക്സ്ചർ എന്തൊക്കെയാണ്? കറി, അതായത് കറികൾ, സാൻഡ് ഇൻ വാട്ടർ, വെള്ളവും മണലും കലർന്നത്, സോയിൽ, മണ്ണ്, റൈസ് സൂപ്പ് അല്ലെങ്കിൽ കഞ്ഞി, പിന്നെ സാൻഡ്, മണൽ, ഇതൊക്കെ എന്താണ്? യെസ്, ഒരു ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ് ആണ് അല്ലേ. നെക്സ്റ്റ് വൺ, based on the constituent particles identify the characteristics of each solution. ഉൾപ്പെട്ട പദാർത്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓരോ ലായനിയുടെയും സവിശേഷതകൾ കണ്ടെത്തൂ. ഓക്കെ, ബ്രാസ് എന്താണ്? സോളിഡ് ഡിസോൾവ്ഡ് ഇൻ സോളിഡ് ആണ് അല്ലേ. ബ്രാസ് ഖരത്തിൽ തന്നെയാണ് ലയിച്ചത്. സോഡയോ? ഗ്യാസ് ഡിസോൾവ്ഡ് ഇൻ ലിക്വിഡ്, വാതകം ദ്രാവകത്തിലാണ് ലയിച്ചത് അല്ലേ. ഗ്ലിസറിൻ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ, ഗ്ലിസറിൻ വെള്ളത്തിൽ ലയിച്ചത് എങ്ങനെയാണ്? യെസ്, ലിക്വിഡ് ഡിസോൾവ്ഡ് ഇൻ ലിക്വിഡ്, ദ്രാവകത്തിൽ തന്നെ ലയിച്ചതാണ് അല്ലേ. എയർ എന്താണ്? ഗ്യാസ് ഡിസോൾവ്ഡ് ഇൻ ഗ്യാസ്, വാതകത്തിൽ ലയിച്ചതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ആഡ് സം സാൻഡ് ഇൻ എ ഗ്ലാസ് ഓഫ് വാട്ടർ ആൻഡ് സ്റ്റിർ വെൽ, വാട്ട് വിൽ ബി ദ റിസൾട്ട്? ഒരു ഗ്ലാസ് ജലത്തിൽ കുറച്ച് മണലിട്ട് നന്നായി ഇളക്കൂ. എന്താണ് സംഭവിച്ചത്? സാൻഡ് പാർട്ടിക്കിൾസ് സെറ്റിൽ ഡൗൺ അറ്റ് ദ ബോട്ടം ഓഫ് ദ ഗ്ലാസ്, മണൽ തരികൾ ഗ്ലാസിന്റെ ചുവട്ടിൽ അടിയുന്നതായി നമുക്ക് കാണാം അല്ലേ. നെക്സ്റ്റ് വൺ, ആഡ് സം സോൾട്ട് ടു വാട്ടർ ടേക്കൺ ഇൻ അനദർ ഗ്ലാസ്, വാട്ട് ഹാപ്പൻസ് ടു ദ സോൾട്ട്? മറ്റൊരു ഗ്ലാസ്സിലെ ജലത്തിൽ അല്പം ഉപ്പ് ചേർത്തിളക്കും. ഉപ്പിന് എന്ത് സംഭവിച്ചു? യെസ്, സോൾട്ട് ഡിസോൾവ്സ് ഇൻ വാട്ടർ, ഉപ്പ് ജലത്തിൽ ലയിച്ചു ചേരുന്നു. നെക്സ്റ്റ്, വാട്ട് ഡിഫറൻസ് ഡു യു നോട്ടീസ് ഇൻ ദ മിക്സ്ചേഴ്സ് ഇൻ ദ ടു ക്ലാസ്സസ്? രണ്ട് ക്ലാസ്സിലെ മിശ്രിതത്തിന് എന്ത് വ്യത്യാസമാണുള്ളത്? യെസ്, മിക്സ്ചർ ഓഫ് സാൻഡ് ആൻഡ് വാട്ടർ ഡസ് നോട്ട് ഷോ ദ സെയിം ക്വാളിറ്റി, ദസ് ദ മിക്സ്ചർ ഈസ് ഹെട്രോജീനിയസ്. അതായത് മണലും വെള്ളവും കലർന്ന മിശ്രിതം എന്താണ്? എല്ലാ ഭാഗത്തും ഒരു ഗുണമല്ല കാണിക്കുന്നത് അല്ലേ. അതുകൊണ്ട് ഇതെന്താണ്? ഒരു ഭിന്നാത്മക മിശ്രിതമാണ്. ബട്ട് salt dissolved completely in water and the properties are same in all parts. So, salt solution is a homogeneous mixture. പക്ഷെ നോക്കിയേ, ഉപ്പ് ജലത്തിൽ പൂർണ്ണമായി ലയിക്കുന്നതാണ് അല്ലേ. രുചിയിൽ വ്യത്യാസവുമില്ല. അതിനാൽ ഉപ്പ് ലായനി എന്താണ്? ഏകാത്മക മിശ്രിതമാണ്. നെക്സ്റ്റ് വൺ, ഹൗ ക്യാൻ യു സെപ്പറേറ്റ് സാൻഡ് ഫ്രം എ മിക്സ്ചർ ഓഫ് സാൻഡ് ആൻഡ് വാട്ടർ? മണലും വെള്ളവും കലർന്ന മിശ്രിതത്തിൽ നിന്ന് മണൽ നമുക്ക് എങ്ങനെ വേർതിരിച്ചെടുക്കാൻ പറ്റും? മണലിനെ ടേക്ക് ദ മിക്സ്ചർ ഓഫ് സാൻഡ് ആൻഡ് വാട്ടർ ഇൻ എ ബീക്കർ ആൻഡ് സ്റ്റിർ വെൽ, then keep it still for some time. നമ്മൾ എന്ത് ചെയ്യണം?
മണലും വെള്ളവും കലർന്ന മിശ്രിതം ഒരു ബീക്കറിലെടുത്ത് നന്നായി ഇളക്കിയതിനു ശേഷം അനക്കാതെ വെക്കണം. ഓക്കെ. ആഫ്റ്റർ സം ടൈം സാൻഡ് വിൽ സെറ്റിൽ ഡൗൺ അറ്റ് ദ ബോട്ടം ഓഫ് ദ ബീക്കർ. അല്പനേരത്തിന് ശേഷം മണൽ ജലത്തിൽ അടിഞ്ഞതായി നമുക്ക് കാണാം. ദ ക്ലിയർ വാട്ടർ ഓൺ ദ ടോപ്പ് പോർഷൻ ക്യാൻ ബി പോർഡ് ഔട്ട്. അതായത് മുകളിലത്തെ ജലം എങ്ങനെയാണ് നല്ല ക്ലിയർ ആയിരിക്കും അല്ലെ, നമുക്ക് എന്ത് ചെയ്യാം, ഊറ്റിയെടുക്കാം. Thus we can separate sand and water from the mixture. ഇങ്ങനെ മണലിനെ വെള്ളത്തെ നമുക്ക് വേർതിരിക്കാവുന്നതാണ്. ഓക്കെ. നെക്സ്റ്റ് വൺ, വിച്ച് പ്രോപ്പർട്ടി ഓഫ് സാൻഡ് ഹെൽപ് യു ഇൻ സെപ്പറേറ്റിംഗ് ഇറ്റ് ഇൻ ദിസ് മെത്തേഡ്? മണലിന്റെ എന്ത് പ്രത്യേകതയാണ് ഇങ്ങനെ വേർതിരിച്ചെടുക്കാൻ സഹായിച്ചത്? Yes, sand is a high density solid particle and it could not dissolve in water. Due to this property of sand helped in this method. മണൽ സാന്ദ്രത കൂടിയ ഖരപദാർത്ഥമായതിനാലും വെള്ളത്തിൽ അലിയാത്തതിനാലുമാണ് ഇങ്ങനെ വേർതിരിച്ചെടുക്കാൻ നമുക്ക് സാധിച്ചത് അല്ലേ. നെക്സ്റ്റ്, ക്യാൻ യു സെപ്പറേറ്റ് സോൾട്ട് ഫ്രം സോൾട്ട് വാട്ടർ? ഉപ്പ് വെള്ളത്തിൽ നിന്ന് ഉപ്പിനെ വേർതിരിച്ചെടുക്കാൻ പറ്റുമോ? പറ്റും അല്ലേ, കഴിയും. യെസ്, വി ക്യാൻ സെപ്പറേറ്റ് സോൾട്ട് ഫ്രം വാട്ടർ. നമുക്ക് ഉപ്പുവെള്ളത്തിൽ നിന്ന് നമുക്ക് ഉപ്പ് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. വെൻ സോൾട്ട് സൊല്യൂഷൻ ഇസ് ഹീറ്റഡ് ആൻഡ് ഇവോപ്പറേറ്റഡ് the water will get vaporized and salt will remain. അതായത് ഉപ്പുവെള്ളം ചൂടാക്കി വറ്റിക്കണം അല്ലേ. അപ്പോൾ എന്ത് സംഭവിക്കും? ഉപ്പുവെള്ളം ചൂടാക്കുമ്പോൾ ലായകമായ ജലം ബാഷ്പമായി നഷ്ടപ്പെടുകയും ഉപ്പ് വേർതിരിക്കുകയും ചെയ്യും. ദിസ് പ്രോസസ് ഇസ് നോൺ ആസ് ഇവോപ്പറേഷൻ. ഇങ്ങനെ വേർതിരിച്ചെടുക്കുന്ന രീതിയെ നമ്മൾ ബാഷ്പീകരണം എന്ന് പറയുന്നു. സോൾട്ട് കനോട്ട് ബി സെപ്പറേറ്റഡ് യൂസിങ് സീവ് ഓർ ഫിൽറ്റർ പേപ്പർ. അരിപ്പ ഉപയോഗിച്ചോ ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ചോ ഒന്നും നമുക്ക് എന്തരിക്കാൻ പറ്റില്ല, ഉപ്പ് ലായനി നമുക്ക് അരിച്ചെടുക്കാൻ കഴിയത്തില്ല. വാട്ട് ഇസ് ഡീകാൻറ്റേഷൻ? എന്തിനാണ് നമ്മൾ തെളിയൂറ്റൽ എന്ന് പറയുന്നത്? ഡീകാൻറ്റേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് സെപ്പറേറ്റിംഗ് ദ ക്ലിയർ ലിക്വിഡ് അബവ് ആഫ്റ്റർ സെഡിമെന്റേഷൻ ഓഫ് ദ കമ്പണൻസ് ഓഫ് എ മിക്സ്ചർ. ഒരു മിശ്രിതത്തിലെ ഘടകവസ്തുക്കളെ അടിയിച്ച് മുകൾ ഭാഗത്തുള്ള ദ്രാവകത്തെ ഊറ്റിയെടുക്കുന്ന പ്രക്രിയയാണ് എന്ത്? തെളിയൂറ്റൽ. നെക്സ്റ്റ് വൺ, ഈസ് ദ വാട്ടർ ഒബ്റ്റെയിൻഡ് ആഫ്റ്റർ ഡീകാൻറ്റേഷൻ ക്ലിയർ? തെളിയൂറ്റി കിട്ടുന്ന ജലം പൂർണ്ണമായും തെളിഞ്ഞതാണോ? നോ, അല്ല അല്ലേ. What property of the substance is made use of when the constituents of a mixture are separated using a sieve? ഒരു മിശ്രിതത്തിൽ നിന്ന് ഘടകപദാർത്ഥങ്ങളെ വേർതിരിക്കാൻ അരിപ്പ ഉപയോഗിക്കുമ്പോൾ പദാർത്ഥത്തിന്റെ എന്ത് സവിശേഷതയാണ് പ്രയോജനപ്പെടുന്നത്? ഡിഫറൻസ് ഇൻ ദ സൈസ് ഓഫ് ദ പാർട്ടിക്കിൾസ്. അതായത് ഘടകവസ്തുക്കളുടെ വലിപ്പ വ്യത്യാസം. കമ്പണൻസ് ആർ ഇമ്മിസിബിൾ, അതായത് കലർന്നു ചേരാത്ത കൂടിക്കലരാത്ത ഘടകങ്ങളായിരിക്കണം അല്ലേ. ഡിഫറൻസ് ഇൻ ദ ഡെൻസിറ്റി, സാന്ദ്രതയിൽ വ്യത്യാസം ഉണ്ടായിരിക്കണം. പിന്നെയോ വൺ ഓഫ് ദ കമ്പണൻസ് മസ്റ്റ് ബി ഇൻസോൾവബിൾ, ഏതെങ്കിലും ഒരു ഘടകം ലയിക്കാത്തവ ആയിരിക്കണം. നെക്സ്റ്റ് വൺ, ഹൗ ക്യാൻ യു സെപ്പറേറ്റ് ദ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് എ മിക്സ്ചർ ഓഫ് ചോക്ക് പൗഡർ ആൻഡ് വാട്ടർ? വാട്ട് ഓൾ മെറ്റീരിയൽസ് ആർ റിക്വയർഡ്? ഡു ദ എക്സ്പെരിമെന്റ് ആൻഡ് റെക്കോർഡ് ഇറ്റ് ഇൻ യുവർ സയൻസ് ഡയറി. അതായത് ചോക്കുപൊടിയും ജലവും ചേർന്ന മിശ്രിതത്തെ എങ്ങനെ വേർതിരിക്കാം, എന്തെല്ലാം സാമഗ്രികൾ ആവശ്യമാണ്, പരീക്ഷണം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എക്സ്പെരിമെന്റ്, ആ പരീക്ഷണം നമുക്ക് എന്ത് ചെയ്യാം, എന്തൊക്കെയാണ് റിക്വയർഡ് മെറ്റീരിയൽസ്, ആവശ്യമായ സാമഗ്രികൾ? യെസ്, ഫിൽറ്റർ പേപ്പർ, ഫണൽ, ബീക്കർ, ഗ്ലാസ് റോഡ്, കോണിക്കൽ ഫ്ലാസ്ക് അല്ലേ. ഫിൽറ്റർ പേപ്പർ, ഫണൽ, ബീക്കർ, ഗ്ലാസ് റോഡും ക്ലോണിക്കൽ ഫ്ലാസ്കും. മെത്തേഡ് ഓഫ് എക്സ്പെരിമെന്റ്, പരീക്ഷണ രീതി എങ്ങനെയാണ്? A folded filter paper kept in a funnel and this funnel placed in a conical flask as shown in the picture. ഫിൽറ്റർ പേപ്പർ കോണാകൃതിയിൽ മടക്കി ഫണലിനുള്ളിൽ വെക്കുക. ശേഷം ഫിൽറ്റർ പേപ്പറോട് കൂടിയുള്ള ഈ ഫണൽ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു കോണിക്കൽ ഫ്ലാസ്കിലേക്ക് ഇറക്കി വെക്കുക. Then take the mixture of chalk powder and water in a beaker and pour it into the funnel using a glass rod. എന്നിട്ട് എന്ത് ചെയ്യണം? പിന്നീട് ചോക്കുപൊടിയും ജലവും ചേർന്ന മിശ്രിതം ബീക്കറിലെടുത്ത് ഒരു ഗ്ലാസ് റോഡ് ഉപയോഗിച്ച് അല്പമായി ഫണലിനുള്ളിലെ ഫിൽറ്റർ പേപ്പറിലേക്ക് ഒഴിക്കണം. ഓക്കെ, അപ്പോൾ ഒബ്സർവേഷൻ എന്താണ്? നമുക്ക് എന്ത് കാണാം, നിരീക്ഷിക്കാം. നിരീക്ഷണം, the chalk powder in it gets collected in the filter paper and clear water gets collected in the conical flask. ചോക്കുപൊടി ഫിൽറ്റർ പേപ്പറിൽ ശേഖരിക്കപ്പെടുന്നു. അരിക്കുമ്പോൾ ഫിൽറ്റർ പേപ്പറിലൂടെ ചോർന്ന് ഫണലിന് താഴെ കോണിക്കൽ ഫ്ലാസ്കിൽ തെളിഞ്ഞ ജലം ലഭിക്കുന്നു. ഓക്കെ, അപ്പോൾ റീസൺ എന്താണ് കാരണം, എന്തുകൊണ്ട് ഇങ്ങനെ കാണപ്പെടുന്നത്? ഫിൽറ്റർ പേപ്പർ ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പേപ്പർ യൂസ്ഡ് ഫോർ സെപ്പറേറ്റിംഗ് ദ പാർട്ടിക്കിൾസ് വിച്ച് ആർ നോട്ട് ഡിസോൾവ്ഡ് ഇൻ എ സൊല്യൂഷൻ. ദ്രാവകങ്ങളിൽ ലയിക്കാതെ കിടക്കുന്ന ഖരപദാർത്ഥങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന പ്രത്യേകതരം പേപ്പറാണ് എന്ത്? ഫിൽറ്റർ പേപ്പർ. ഫിൽറ്റർ പേപ്പർ ഇസ് തിക്കർ ആൻഡ് ഹാസ് വെരി മൈന്യൂട്ട് പോർസ്. ഫിൽറ്റർ പേപ്പറിലെ സുഷിരങ്ങൾ ചെറുതായതുകൊണ്ടാണ് ജലം ഫണലിലൂടെ താഴേക്ക് പോയത് അല്ലേ. അതുപോലെ ഖരാവസ്ഥയായുള്ള ചോക്കുപൊടി തങ്ങി നിന്നതും. So water can pass through the tiny holes of a filter paper, but chalk powder being large cannot pass through the tiny holes of the filter paper which remains on the filter paper. This process is known as filtration. ഇങ്ങനെ ചോക്കുപൊടി തങ്ങി നിന്നു, ജലം താഴേക്ക് പോവുകയും ചെയ്തു അല്ലേ. അപ്പോൾ ഈ ഒരു പ്രക്രിയയാണെന്ത്? അരിക്കൽ എന്ന് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് വൺ, can you separate salt from salt solution using a sieve? Try to separate it using a filter paper. ഉപ്പ് ലായനിയിൽ നിന്ന് അരിപ്പ ഉപയോഗിച്ച് ഉപ്പ് വേർതിരിച്ചെടുക്കാൻ കഴിയുമോ?
ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ചോ? We cannot separate salt from salt solution using sieve or filter paper because salt will dissolve in water. ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ചാലും അരിപ്പ ഉപയോഗിച്ചാലും ഉപ്പിനെ വേർതിരിക്കാൻ സാധിക്കില്ല, കാരണം ഉപ്പ് ജലത്തിൽ അലിയുന്നതാണല്ലേ. നെക്സ്റ്റ് വൺ, ഹീറ്റ് salt water in a steel spoon using a spirit lamp. What is left behind in the spoon when the water gets evaporated and taste it? ഒരു സ്റ്റീൽ സ്പൂണിൽ കുറച്ച് ഉപ്പുവെള്ളം എടുത്ത് സ്പിരിറ്റ് ലാമ്പ് ഉപയോഗിച്ച് ചൂടാക്കണം. ജലം ബാഷ്പമായി പോകുമ്പോൾ സ്പൂണിൽ ബാക്കി എന്താ കാണുന്നത്? Yes, when we heat salt water in a steel spoon using spirit lamp, we can obtain salt from salt water by evaporation. സ്റ്റീൽ സ്പൂണിലെ ഉപ്പുവെള്ളം ചൂടാക്കുമ്പോൾ ജലം ബാഷ്പമായി പോവുകയും ഉപ്പ് തരികൾ സ്പൂണിൽ അവശേഷിക്കുകയും ചെയ്യുന്നു അല്ലേ. But water cannot be collected during evaporation. It is lost into the air. പക്ഷേ ഇവിടെ ഈ മാർഗത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? യെസ്, നമുക്ക് സോൾട്ടിനെ സെപ്പറേറ്റ് ചെയ്യാം അല്ലേ. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ഇവാപ്പറേഷൻ? എന്തിനാണ് നമ്മൾ ബാഷ്പീകരണം എന്ന് പറയുന്നത്? ഇവാപ്പറേഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് എ ലിക്വിഡ് അബ്സോർബ്സ് ഹീറ്റ് ആൻഡ് ഗെറ്റ്സ് കൺവേർട്ടഡ് ടു വേപ്പർ. ഒരു ദ്രാവകം താപം സ്വീകരിച്ച് അതിന്റെ ബാഷ്പമായി മാറുന്ന പ്രവർത്തനമാണ് എന്ത്? ബാഷ്പീകരണം. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ മിക്സ്ചേഴ്സ് ക്യാൻ ബി സെപ്പറേറ്റഡ് ഇൻ ടു കോൺസ്റ്റിറ്റ്യൂവൻസ് ത്രൂ ഇവാപ്പറേഷൻ? ബാഷ്പീകരണത്തിലൂടെ മറ്റേതെല്ലാം മിശ്രിതങ്ങളിലെ ഘടകങ്ങളെ വേർതിരിക്കാൻ പറ്റും? യെസ്, ഫോർ ദ സെപ്പറേഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ് ഫ്രം സീ വാട്ടർ. ഉപ്പ് വെള്ളത്തിൽ നിന്ന് ഉപ്പിനെ വേർതിരിക്കാനാവും. പിന്നെയോ, ഫോർ ദ സെപ്പറേഷൻ ഓഫ് ഷുഗർ ഫ്രം ഇറ്റ് സൊല്യൂഷൻ. പഞ്ചസാര ലൈനിൽ നിന്ന് പഞ്ചസാര വേർതിരിക്കാനാവും. ഫോർ ദ സെപ്പറേഷൻ ഓഫ് സാൻഡ് ഫ്രം മഡി വാട്ടർ. ചെളി വെള്ളത്തിൽ നിന്ന് മണ്ണിനെ വേർതിരിക്കാനും കഴിയും അല്ലേ. വിച്ച് ഇസ് എ സോഴ്സ് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു ഇവാപ്പറേറ്റ് വാട്ടർ ഇൻ സോൾട്ട് പാൻസ്? ഉപ്പളങ്ങളിൽ ജലം ബാഷ്പമാവാൻ ആവശ്യമായ താപം എവിടെ നിന്നാണ് ലഭിക്കുന്നത്? സൺ ഈസ് എ സോഴ്സ് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു ഇവാപ്പറേറ്റ് വാട്ടർ ഇൻ സോൾട്ട് പാൻസ്. സൂര്യപ്രകാശത്തിൽ നിന്നാണ് ഉപ്പളങ്ങളിലെ ജലം ബാഷ്പമാവാൻ ആവശ്യമായ താപം ലഭിക്കുന്നത്. നെക്സ്റ്റ് വൺ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? റിമെയിൻസ് ഓഫ് അയൺ പൗഡർ ആൻഡ് അലൂമിനിയം പൗഡർ വൈൽ കട്ടിംഗ് അയൺ ആൻഡ് അലൂമിനിയം പൈപ്സ് സ്റ്റേ മിക്സ്ഡ് ഇൻ എ വർക്ക്ഷോപ്പ് ദാറ്റ് ഫാബ്രിക്കേറ്റ്സ് മെറ്റൽ ഡോർസ് ആൻഡ് ഗേറ്റ്സ്. ലോഹവാതിലുകളും ഗേറ്റുകളും ഉണ്ടാക്കുന്ന ഒരു പണിശാലയിൽ അലൂമിനിയം പൈപ്പുകളും ഇരുമ്പ് പൈപ്പുകളും മുറിച്ചപ്പോഴുണ്ടായ പൊടികൾ ചേർന്ന് കിടക്കുകയാണ്. ഓക്കെ, ഹൗ ക്യാൻ യു സെപ്പറേറ്റ് അയൺ പൗഡർ ഫ്രം അലൂമിനിയം പൗഡർ ഇൻ ദ മിക്സ്ചർ? ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ഇവയിൽ നിന്ന് ഇരുമ്പ് പൊടിയും അലൂമിനിയം പൊടിയും എങ്ങനെ വേർതിരിക്കാം? Are any of the methods we have come across suitable for this? നാം പരിശോധിച്ച ഏതെങ്കിലും മാർഗം അനുയോജ്യമാണോ? Select the suitable material from those given below and try to separate it. അതായത് താഴെ സൂചിപ്പിച്ച സാമഗ്രികളിൽ നിന്ന് ഉചിതമായവ തിരഞ്ഞെടുത്ത് വേർതിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സ്പൂൺ ഉണ്ട്, ഫിൽറ്റർ പേപ്പർ ഉണ്ട്, ഫണൽ ഉണ്ട്, ടീ സ്ട്രെയിനർ ചായ അരിപ്പയുണ്ട്, മാഗ്നറ്റ് കാന്തവും ടെസ്റ്റ് ട്യൂബും ഉണ്ട്. അപ്പോൾ ഇതിൽ ഏത് ഉപയോഗിക്കാം? നമുക്ക് കാന്തം ഉപയോഗിക്കാം അല്ലേ, മാഗ്നറ്റ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. വാട്ട് പ്രോപ്പർട്ടി ഓഫ് അയൺ പൗഡർ ഡിഡ് യു മേക്ക് യൂസ് ഓഫ് ഇൻ ദിസ് കേസ്? ഇരുമ്പ് പൊടിയുടെ എന്ത് പ്രത്യേകതയാണ് ഇതിനായി നിങ്ങൾ ഉപയോഗിച്ചത്? യെസ്, മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഓഫ് അയൺ, ഇരുമ്പിന്റെ കാന്തിക സ്വഭാവമാണ് അല്ലേ. വാട്ട് അതർ ഇൻസ്റ്റൻസസ് ഡു യു നോ where the constituents of a mixture need to be separated? Observe the pictures. ഒരു മിശ്രിതത്തിലെ ഘടക പദാർത്ഥങ്ങളെ വേർതിരിക്കേണ്ടി വരുന്ന മറ്റേതെല്ലാം സന്ദർഭങ്ങൾ നിങ്ങൾക്കറിയാം? ചിത്രങ്ങൾ നോക്കൂ. റിമൂവിംഗ് ദ സെഡിമെന്റ് ഫ്രം ദ ജ്യൂസ് ഓഫ് ഷുഗർ കെയിൻ, കരിമ്പിൻ ജ്യൂസിൽ നിന്ന് ചണ്ടി മാറ്റുന്നത്. അതുപോലെ റിമൂവിംഗ് ദ സെഡിമെന്റ് ഫ്രം ടീ, ചായയിൽ നിന്ന് ചായച്ചണ്ടി മാറ്റുന്നത്. റിമൂവിംഗ് സ്റ്റോൺസ് ആൻഡ് പാഡി ഫ്രം റൈസ്, അരിയിലെ കല്ലും നെല്ലും മാറ്റുന്നത്. റിമൂവിംഗ് ചാഫ് ഫ്രം പാഡി, നെല്ലിൽ നിന്ന് പതിര് മാറ്റുന്നത്. റിമൂവിംഗ് റിമെയിൻസ് ഓഫ് ലെമൺ ഫ്രം ഇറ്റ്സ് ജ്യൂസ്, നാരങ്ങ നീരിൽ നിന്ന് നാരങ്ങയുടെ അവശിഷ്ടം മാറ്റുന്നത്. ഒരുപാട് നമുക്കിതിൽ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത്രയും തരുന്നത്, നിങ്ങൾക്ക് ഇനിയും എക്സാമ്പിൾസ് ചേർക്കാവുന്നതാണ്. ഓക്കെ, ആർ യു ഫെമിലിയർ വിത്ത് എക്സ്ട്രാക്ഷൻ ഓഫ് കോക്കനട്ട് ഓയിൽ ഫ്രം കൊപ്ര? കൊപ്ര ആട്ടിയെടുത്ത് വെളിച്ചെണ്ണ വീട്ടിൽ കൊണ്ടുവരാറല്ലേ? ഇതിൽ അവശേഷിക്കുന്ന പിണ്ണാക്കിന്റെ അംശം നീക്കം ചെയ്യാൻ നമ്മുടെ വീടുകളിൽ എന്ത് മാർഗമാണ് ഉപയോഗിക്കുന്നത്? വാട്ട് മെത്തേഡ് ഈസ് യൂസ്ഡ് ഇൻ അവർ ഹോംസ് ടു സെപ്പറേറ്റ് കൊപ്ര കേക്ക് ഫ്രം കോക്കനട്ട് ഓയിൽ? എന്ത് മെത്തേഡാ? വി ക്യാൻ സെപ്പറേറ്റ് കോക്കനട്ട് ഓയിൽ ഫ്രം കൊപ്ര കേക്ക് യൂസിങ് ക്ലീൻ കോട്ടൺ ക്ലോത്ത് പീസ്. ഇഴ അകലമുള്ള വൃത്തിയായ തുണി ഉപയോഗിച്ച് നമുക്ക് അരിച്ചെടുക്കാം. Observe the pictures. Does the water from the septic tank get mixed with sand? Why is the water in wells clear? ചിത്രം ശ്രദ്ധിക്കൂ. കക്കൂസ് ടാങ്കിൽ നിന്ന് വെള്ളം മണ്ണിൽ കലരുന്നില്ലേ? കിണറിലേക്ക് വരുന്ന ഉറവ് വെള്ളം തെളിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ്? വാട്ടർ ഫ്ലോ ത്രൂ ദ സോയിൽ. സോയിൽ വിൽ കണ്ടെയ്ൻ ലാർജ് നമ്പർ ഓഫ് സ്മോൾ പോർസ്. മണ്ണിലൂടെ ഒഴുകി നീങ്ങുന്ന ജലം നിരവധി സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ കടന്നു പോകുന്നു, അതിനാൽ നന്നായി അരിക്കപ്പെടുന്നു. This water will penetrate through its pores. Pores എന്ന് പറഞ്ഞാൽ സുഷിരങ്ങൾ. Then it filtrate well. Is there any chance for the water in the well to get contaminated if the septic tank is close to the well? കക്കൂസ് ടാങ്ക് കിണറിന്റെ അടുത്താണെങ്കിൽ കിണർ വെള്ളത്തിൽ മാലിന്യം കലരാനുള്ള സാധ്യതയുണ്ടോ? യെസ്, ഉണ്ട് അല്ലേ. Well is near to the septic tank. Water from the septic tank will easily penetrate through the pores of the soil and it will arrive into the well. Hence, here
ദ കംപ്ലീറ്റ് ഫിൽട്രേഷൻ ബൈ ദ സോയിൽ ഇസ് നോട്ട് പോസിബിൾ. ഇവിടെ കിണർ കക്കൂസ് ടാങ്കിന് അടുത്താണെങ്കിൽ കക്കൂസ് ടാങ്കിൽ നിന്നുള്ള മാലിന്യം വളരെ വേഗത്തിൽ ഊർന്നിറങ്ങി കിണറിൽ എത്തിച്ചേരുന്നു. ഇവിടെ മലിനജലത്തിന്റെ മണ്ണിലൂടെയുള്ള അരിക്കൽ പൂർണ്ണമായും സാധ്യമാകുന്നില്ല. നെക്സ്റ്റ്, റെക്കോർഡ് ഇൻ യുവർ സയൻസ് ഡയറി ദ പ്രിക്കോഷൻസ് ടു ബി ടേക്കൻ വൈൽ കൺസ്ട്രക്ടിങ് സെപ്റ്റിക് ടാങ്ക്. കക്കൂസ് ടാങ്ക് നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ? ഫസ്റ്റ് വൺ, സെപ്റ്റിക് ടാങ്ക് മസ്റ്റ് ബി 15 meters away ഫ്രം ദ വാട്ടർ സോഴ്സ്. ജലസ്രോതസ്സിൽ നിന്ന് കുറഞ്ഞത് 15 മീറ്റർ അകലത്തിലായിരിക്കണം കക്കൂസ് ടാങ്ക് നിർമ്മിക്കേണ്ടത്. നെക്സ്റ്റ് വൺ, സെപ്റ്റിക് ടാങ്ക് വിൽ കണ്ടെയ്ൻ മിനിമം 4 compartments. കുറഞ്ഞത് 4 അറയെങ്കിലും ഉണ്ടായിരിക്കണം ടാങ്കിന്. ഓക്കെ. കൺസ്ട്രക്ഷൻ ഓഫ് ടാങ്ക് ഇൻ ഹാർഡ് സോയിൽ ഈസ് നെസസറി. കാഠിന്യമുള്ള മണ്ണിലായിരിക്കണം ടാങ്ക് നിർമ്മിക്കുന്നത്. ടോപ്പ് ഓഫ് ദ ടാങ്ക് വിൽ കോൺക്രീറ്റ് വെൽ ആൻഡ് മേക്ക് ഷുവർ ഇറ്റ് ഡസ് നോട്ട് എനി ലീക്കേജ്. ടാങ്കിന്റെ മുകൾ ഭാഗം ചേർച്ചയില്ലാത്ത വിധം വൃത്തിയായി കോൺക്രീറ്റ് ചെയ്യുക. മേക്ക് ഷുവർ ദ ക്വാളിറ്റി ഓഫ് പൈപ്സ് ആർ ഗുഡ്. ഗുണമേന്മയുള്ള പൈപ്പുകൾ ഉപയോഗിക്കുക. We are now familiar with different methods that are employed to separate the constituents of a mixture. Complete the concept map by writing the methods employed and cite examples. മിശ്രിതത്തിൽ നിന്ന് ഘടകപദാർത്ഥങ്ങൾ വേർതിരിക്കാനുള്ള പല രീതികൾ നാം കണ്ടു അല്ലേ? ഈ രീതികളും ഉദാഹരണങ്ങളും എഴുതി ആശയ ചിത്രീകരണം പൂർത്തീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മിശ്രിതങ്ങൾ എങ്ങനെയൊക്കെ നമുക്ക് വേർതിരിക്കാൻ പറ്റുന്നത്? മിശ്രിതങ്ങളെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. യെസ്, ഇവാപ്പറേഷൻ ബാഷ്പീകരണം വഴി, ഫിൽട്രേഷൻ അരിക്കൽ വഴി, ഡീകാൻറ്റേഷൻ അടിയിക്കൽ വഴി, ഹാൻഡ് പിക്കിംഗ് പെറുക്കി മാറ്റുന്ന വഴി, യൂസിങ് എ മാഗ്നെറ്റ് അല്ലെങ്കിൽ കാന്തം ഉപയോഗിച്ച് അല്ലേ? ഇവാപ്പറേഷൻ വഴി നമുക്ക് എങ്ങനെ മാറ്റാം? സെപ്പറേഷൻ ഓഫ് സോൾട്ട് ഫ്രം സോൾട്ട് സൊല്യൂഷൻ. അതിൻ്റെ ഉദാഹരണമാണ് എന്ത്? ഉപ്പ് ലായനിയിൽ നിന്ന് ഉപ്പ് വേർതിരിക്കുക. ഫിൽട്രേഷൻ അരിക്കൽ നമുക്ക് എന്ത് ഉദാഹരണം എഴുതാം? സെപ്പറേഷൻ ഓഫ് സെഡിമെന്റ് ഫ്രം ടീ. ചായയിൽ നിന്ന് ചായച്ചണ്ടി അരിച്ചു മാറ്റുന്നു. ഡീകാൻറ്റേഷൻ അല്ലെങ്കിൽ അടിയിക്കൽ എന്താണ് ഉദാഹരണം? സെപ്പറേഷൻ ഓഫ് മഡി വാട്ടർ. ചെളിവെള്ളം വേർതിരിക്കുന്നു. ഹാൻഡ് പിക്കിംഗ് പെറുക്കി മാറ്റൽ, അതിൽ ഉദാഹരണം എന്താണ്? സെപ്പറേറ്റിംഗ് സ്റ്റോൺസ് ഫ്രം റൈസ്. അരിയിൽ നിന്ന് കല്ല് പെറുക്കി മാറ്റുന്നു. യൂസ് എ മാഗ്നെറ്റ് കാന്തം ഉപയോഗിച്ച് എന്തുദാഹരണമാണ്? സെപ്പറേഷൻ ഓഫ് അയൺ പൗഡർ ഫ്രം സാൻഡ്. ഇരുമ്പ് പൊടിയിൽ നിന്നും മണൽ വേർതിരിക്കുന്നത് ഒരു ഉദാഹരണമാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും നമ്മൾ കവർ ചെയ്തിരിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഒപ്പം ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യുക. സോ കീപ് വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.